നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പൊങ്കാല ആശംസകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ 3 മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂസ് 3യുടെ സമയമാണ്. അപ്പോൾ ഈ ന്യൂസ് 3 എന്ന് പറയുന്ന പരിപാടി സ്ത്രീകളുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് നമ്മൾ എപ്പോഴും കൊടുക്കാറ്. നിങ്ങൾക്കൊക്കെ മാതൃകയാവേണ്ട ഒരുപാട് സ്ത്രീകളെ നമ്മൾ അതിഥികളായി എത്തിച്ചു. ഇത്രയും സ്ത്രീകൾ പങ്കെടുക്കുന്ന പൊങ്കാല ഉത്സവം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ഇവിടെ നിന്നല്ലാതെ മറ്റെവിടെ നിന്നാണ് നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. എന്തായാലും ആ ചോദ്യം ഇവിടെ എത്തിച്ചിരിക്കുന്നു. ഇവിടെ ഇപ്പൊ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ 3 മണി സമയത്ത് ആറ്റുകാലിലേക്ക് മാത്രമാണ് തിരുവനന്തപുരത്തുള്ള എല്ലാ വഴികളും ഈ ആറ്റുകാൽ അമ്പലത്തിലേക്കാണ് എത്തുന്നത് എന്നുള്ളതാണ്. വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ ആളുകൾ ഈ നഗരത്തിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് ദയവ് ചെയ്ത് വേണ്ട എന്നുള്ളത് തന്നെയാണ്. അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം മറ്റിടങ്ങളിലേക്ക് പോകുക. കാരണം അത്രത്തോളം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വഴികളും ആറ്റുകാലിലേക്ക് എന്ന് പറയുമ്പോൾ ഗതാഗത ക്രമീകരണം ഇന്ന് ഉച്ചയോടെ നിലവിൽ വന്നിട്ടുണ്ട്. നാളെ രാത്രി 8 മണി വരെ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഗതാഗത ക്രമീകരണങ്ങൾ അനുസരിച്ചേ നമുക്ക് മുന്നോട്ട് പോകാനാവുകയുള്ളൂ. നാളെ ചടങ്ങുകളിലേക്ക് കടക്കുമ്പോൾ നാളെ നമ്മൾ രാവിലെ 10:15 അടുപ്പുവെട്ട് ചടങ്ങ് നടക്കുക. അതിനുശേഷം ഇത്തവണത്തെ പ്രത്യേകത, പൊങ്കാലയുടെ പ്രത്യേകത, നേരത്തെ തന്നെ നിവേദ്യം നടക്കുന്നുള്ളതാണ്. 1:15 നിവേദ്യം നടക്കുക. അപ്പൊ ഇത്തവണയും നിങ്ങൾക്കായി ഒരു അതിഥിയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഗായിക അഖിലയാണ് നമുക്കൊപ്പം ചേരുന്നത്. ഹലോ, ദമ്മയ്ക്ക് പിടിച്ചോളൂ. അഖില, തിരക്ക് എങ്ങനെയുണ്ട്? ആദ്യം തന്നെ അത് ചോദിക്കട്ടെ. എല്ലാ വർഷവും നമുക്ക് അറിയാവുന്നതാണ് ഈ ഒരു തിരക്ക്, എല്ലാ വർഷവും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ ആലോചിക്കുന്നു ഓരോ തവണ ഇങ്ങനെ ആള് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരുവനന്തപുരത്തുകാരിങ്ങനെ ആതിഥേയം വരുന്ന അല്ലേ, വന്നോട്ടെ പോന്നോട്ടെ ആൾക്കാരെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ ഫീൽ ചെയ്യുന്ന ഈ പൊങ്കാലയ്ക്ക്? പൊങ്കാല എല്ലാവർക്കും എന്താ പറയണേ, എല്ലാരും സേഫായിട്ട് പൊങ്കാല ഇടാൻ പറ്റട്ടെ. ഇത്തവണ അഖില പറഞ്ഞിരുന്നു ഞാൻ പൊങ്കാല ഇടുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അല്ലെ? നാളെ എനിക്ക് പറ്റില്ല, പ്രോഗ്രാം ഉണ്ട്, അതുകൊണ്ടാണ് പൊങ്കാല ഇടാത്തത്. പക്ഷെ ആദ്യകാലമായിട്ട് അഖിലയ്ക്ക് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഒരുപാട് ഭക്തിഗാനങ്ങൾ അമ്മയുടേതായിട്ട് പാടാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലെ? മിക്കവാറും ഒക്കെ അമ്പലത്തിൽ വരാറുണ്ടോ? എങ്ങനെയാണ്? ചെയ്യാറുണ്ട്. അപ്പൊ എന്തായാലും അഖിലെ വിളിച്ചു നിർത്തുമ്പോ ഒരു പാട്ട് പ്രതീക്ഷിക്കുമല്ലോ. നമ്മുടെ റോഡുകളിലൊക്കെ ഈ തിരക്കിൽ നമ്മൾ പാടണം. അതായത് പാട്ട് നോക്കി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് തിരക്കിന്റെ കാര്യം പറയുമ്പോൾ നമ്മളിപ്പോ എങ്ങോട്ടിറങ്ങിയാലും ഇപ്പൊ ഈ ദേവീസ്തുതികളൊക്കെ കേൾക്കാനുള്ളൂ. 2-3 ദിവസമായിട്ട്, അല്ലെങ്കിൽ ഇന്നിപ്പോ നാളെ 9ാം ദിവസം, ഇന്ന് 8ാമത്തെ ദിവസമാണ്. ഈ 8 ദിവസമായിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതിഥികളെ ഇങ്ങനെ വരവേൽക്കാൻ നോക്കിയിരിക്കുകയാണ്. അപ്പൊ അവരെല്ലാരും കൂടി വന്നത് ഇന്ന് വൈകുന്നേരത്തോടെ ഏകദേശം പൂർത്തിയാകും. നാളെ വരുന്നവർ വളരെ കുറവാണ്. അപ്പൊ അമ്പലത്തിന് അടുത്തൊക്കെ പൊങ്കാല ഇടുന്നവർ എല്ലാവരും എത്രയോ ദിവസം മുമ്പ് ഉത്സവം തുടങ്ങിയപ്പോ തൊട്ടേ വന്ന് ഇവിടെ സ്ഥാനം പിടിച്ചവരാണ്. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും എല്ലാവരും ഞങ്ങളിപ്പോ ക്ഷേത്രത്തിന്റെ കുറച്ചിങ്ങോട്ട് മാറിയാണ് നിൽക്കുന്നത്, ഒരു വശത്താണ് നിൽക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ അങ്ങോട്ടേക്ക് ക്യൂ കിടക്കുന്നേ ഉള്ളൂ. ഇനി അങ്ങോട്ടേക്ക് അകത്തെത്തി തൊഴുമ്പോഴേക്ക് എത്ര സമയമാകുമെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ വളരെ ക്ഷമയോടെ കാത്തു നിൽക്കുന്നു. എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം, ഒരു പാട്ട് പാടാം. ശ്ലോകം ആയിക്കോട്ടെ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. എന്താണ് പാട്ട് വിശേഷങ്ങൾ? എന്തൊക്കെയാണ്? എങ്ങനെയാ ഇപ്പൊ പോകുന്നത്? ലൈഫ് എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. ആറ്റുകാൽ അമ്മയുടെ 2 പാട്ടുകൾ ഈ വർഷം റിലീസായി. അതിലൊരു പാട്ട് ഇന്നലെ റിലീസായതേ ഉള്ളൂ. പിന്നെന്താ, പ്രോഗ്രാംസ് ഉണ്ട്, പിന്നെ കുറച്ച് സിനിമകളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മച്ചാന്റെ മാലാഖ, അതിലൊരു പാട്ട് ഔസേപ്പച്ചൻ സാറിന്റെ പാട്ടാണ്. അതിന്റെ ഒരു സന്തോഷമുണ്ട്. വിനീതിന്റെയോടൊപ്പം ഡുവറ്റ് സോങ് ആയിരുന്നു. പിന്നെ ഇപ്പൊ ഉത്സവകാലമാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോഗ്രാംസ് ആയിട്ട് തിരക്കായിട്ട് അങ്ങനെ പോകുന്നു. സ്റ്റേജസ് ഒരുപാട് കിട്ടുന്നുണ്ടോ? കുഴപ്പമില്ലാതെ പോകുന്നു. ഒരുപാട് പാട്ടുകാരും ഉണ്ട്. അപ്പൊ അതനുസരിച്ച് കോമ്പറ്റീഷൻ ഉണ്ട്. എല്ലാവർക്കും അറിയാലോ, എല്ലാ ഫീൽഡും പോലെ തന്നെ ഒത്തിരി പാട്ടുകാരും പാട്ടുകാരുടെ ഫീൽഡിൽ വന്നിട്ടുണ്ട്. പുതിയ ഒത്തിരി പേരുണ്ട്. എന്നാലും പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് റെക്കോർഡിങ്സ് ഒക്കെ ആയിട്ട് പോകുന്നു. പാട്ട് ജീവിതം അല്ലാതെ വേറെ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോ അതും ഗംഭീരമായിട്ട് പോകുന്നു. എങ്ങനെയാണ്? അതെ അതെ അതെ, തീർച്ചയായിട്ടും. തിരക്കുകൾ എപ്പോഴും ഉള്ളതാണ് നമുക്ക് മനുഷ്യന് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും തിരക്കുകൾ ഉള്ളതാണ് നല്ലത്. കാരണം നമ്മൾ കോവിഡ് സമയത്ത് നമ്മളെല്ലാവരും അനുഭവിച്ചതാണ്. ഒരു 2-3 വർഷം, 2 വർഷമല്ല 3 വർഷം ഞങ്ങളെപ്പോലെയുള്ള കലാകാരന്മാര്
ശരിക്കും പ്രോഗ്രാംസോ റെക്കോർഡിങ്സോ ഈ തിരക്കുകളൊന്നും അനുഭവിക്കാതിരിക്കുക എന്ന് പറയുന്നത് അത് വളരെ വിഷമമുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് എപ്പോഴും ഈ ഒരു ഇതാണ് സന്തോഷം, വൈബ്. ഈ തിരുവനന്തപുരത്തിന്റെ വൈബ്, തിരുവനന്തപുരത്ത് എനിക്കൊന്ന് ഓണം കഴിഞ്ഞാൽ പിന്നെ ഉള്ള വൈബ് നമ്മുടെ പൊങ്കാല വൈബാണ് അല്ലേ? അത് നഗരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ലൈറ്റ് കാണാനൊക്കെ ഇറങ്ങുന്ന ആളുകളുണ്ട്. ഓണത്തിന് ഞങ്ങൾ ലൈറ്റ് കാണാൻ ഇറങ്ങാറുണ്ട്. അപ്പോൾ തിരുവനന്തപുരംകാർക്ക് അതറിയാം, ഇപ്പൊ വരുന്ന ഞങ്ങളുടെ അതിഥികൾക്കും അതറിയാം. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഒരു എങ്ങനെ ഇറങ്ങാറുണ്ട് പൊങ്കാല ദിവസം വൈകുന്നേരം ഇറങ്ങാറുണ്ട്. പക്ഷെ ഇങ്ങോട്ടൊന്നും അടുക്കാൻ പറ്റാറില്ല. ഇത്തവണ എനിക്ക് ആറ്റുകാൽ അമ്പലത്തിൽ പരിപാടി ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം പാടിയിരുന്നു. അപ്പോഴും സ്റ്റേജിലേക്ക് പോവാന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോ ഞാനാണ് പാടേണ്ടതല്ലേ, ഞാനാണ് ആ പ്രോഗ്രാം ചെയ്യേണ്ട ആളെന്ന് എന്നെ ഒന്ന് കടത്തി വിടുമെന്ന് പറയേണ്ട അവസ്ഥയാണ്. നമുക്കും ഇപ്പൊ ഇറങ്ങി ഒരുപാട് ദൂരം നടന്നാണ് നമ്മൾ വന്നത്. വണ്ടിയൊന്നും ഇങ്ങോട്ടേക്ക് കടത്തിയേ വിടുന്നില്ല. പക്ഷെ എല്ലാരും സഹകരിക്കുകയാണ് എന്നുള്ളൊരു കാര്യമുണ്ടല്ലേ ഇപ്പൊ. പിന്നെ അത് മാത്രമല്ല, ഇവിടെ അമ്പലത്തിനോട് അടുത്തുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പല ജംഗ്ഷനിലും പരിപാടികൾ നടക്കും. അതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അറിയുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന. അങ്ങനെ എല്ലാം ഒന്ന് കറങ്ങി കാണുന്ന ശീലമുണ്ട്. ഇഷ്ടം എന്താണ്? നമ്മൾ പൊങ്കാലിടുമ്പോ നമ്മൾ പായസം എന്നൊക്കെ പറയാറുണ്ട്. ഇഷ്ടം എന്താ കഴിക്കാൻ? മധുരപ്രിയാണോ? അതെ, മധുരപ്രിയാണ്. നല്ലോണം ശർക്കര ഇട്ട പായസം അല്ലെ? നല്ലോണം ശർക്കരയും നെയ്യും പഴവും ഒക്കെ ഇട്ട പായസമാണ് എനിക്ക് ഇഷ്ടം. അഖിലെ സംബന്ധിച്ച് എനിക്ക് നമ്മള് ശരീരവും ശാരീരവും എന്നൊക്കെ നമ്മൾ പറയണ പോലെ എനിക്ക് തോന്നുന്നു കുറെയൊക്കെ അങ്ങനെയും കൂടി ഫിസിക്കും കൂടി ശ്രദ്ധിക്കുന്ന ആളാണ് അല്ലേ? ചോദിച്ചതാണ്. ഒരുപാട് പൊങ്കാലയ്ക്ക് നമ്മൾ കണ്ടു. അപ്പൊ കാണുമ്പോ മുതൽ അഖില എങ്ങനെയാണ് ഇരിക്കുന്നത്? അപ്പൊ എങ്ങനെയാണ് ഈ സാധകം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വർക്കൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെ അധികം ഒരു വർക്കൗട്ടോ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടോ? വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത്യാവശ്യം കൺട്രോൾ ചെയ്യും ചില സമയത്ത്. ഈ പൊങ്കാല പായസമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാ കഴിക്കാതിരിക്കും? എങ്ങനെ കൺട്രോൾ ചെയ്യുന്നല്ലേ? അപ്പൊ നമുക്ക് ഒരു പാട്ടുകൂടെ ഒന്ന് പാടി. തിരക്കിന്റെ ഇടയിൽ നിന്ന് എങ്ങനെ പാടുന്ന ചോദിക്കുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഇച്ചിരി ഒന്ന് മാറി ഇങ്ങോട്ട് മാറി. ഞാൻ ഇത്തവണ പാടിയ ഒരു പാട്ട് പാടട്ടെ. അമ്മമാർക്കെല്ലാം ഒരമ്മയാ മാറ്റുകാൽ അമ്മയ്ക്കു നൽകുന്നു പൊങ്കാല. അരിമണി തിളയ്ക്കുന്ന പൊങ്കാല, മനസ്സിൻ മൺകലം നീഴിലും പൊങ്കാല. പെട്ടെന്ന് വരി മറന്നുപോയി. ഈ ഷോപ്പിംഗ് ഞാനിപ്പോ വിചാരിക്കായിരുന്നു, നമ്മുടെ ഈ കച്ചവടക്കാരുടെയും കൂടി ഒരു ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. അവര് അവരുടെ ഒരു വർഷത്തെ ഇതായിരിക്കും ഇങ്ങോട്ടേക്ക് വരിക എന്നുള്ളത്. പലയിടത്തും പോകുമെങ്കിലും ആറ്റുകാൽ എന്ന് പറയുന്നത് അവരുടെ ഒരു കേന്ദ്രമായിരിക്കും. അപ്പൊ അങ്ങനെ പുതിയ സാധനങ്ങൾ ആദ്യം അവതരിപ്പിക്കുന്നതൊക്കെ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഷോപ്പിങ്ങിന് ഷോപ്പിങ്ങിനെ കുറിച്ചുള്ള ഒരു ഇതെങ്ങനെയാണ്? ഈ പൊങ്കാലയ്ക്ക് ഇറങ്ങി നമ്മൾ പണ്ട് മളയും മാലയൊക്കെ വാങ്ങുന്ന പരിപാടിയൊക്കെ ഉണ്ടോ? പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ആരാധക ശല്യമൊക്കെ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടല്ല. കുറെ പേര് ഹായ് ഒക്കെ കാണിക്കുന്നത് അഖിലെ കൊണ്ട് നടക്കുന്നുണ്ടല്ല. അങ്ങനെ ഇല്ല, പുറത്തു പോയി ഈ സമയത്ത് വാങ്ങുന്ന കുറവാണ്. ഈ തിരക്ക് തന്നെയാണ് മെയിൻ കാരണം. തിരക്ക്, അമ്പലത്തിലേക്ക് വരുന്ന ആളുകളുടെ തിരക്കിന്റെ ഇടയിൽ എന്തിനാ നമ്മള് തിരക്കും കൂട്ടുന്നത്? ക്ഷേത്ര ദർശനം എപ്പോഴും ഉണ്ടാവാറുണ്ടോ? അതോ അങ്ങനെ വിശ്വാസിയാണോ? വിശ്വാസിയാണ് തീർച്ചയായിട്ടും. എന്നെക്കാളും വിശ്വാസം എന്റെ ഹസ്ബൻഡിനാണ്. അതെ. അപ്പൊ വരാറുണ്ട് ഇടയ്ക്ക്? അതെ, അമ്പലത്തിൽ വരാറുണ്ട്. അപ്പൊ എന്തായാലും എല്ലാ വിധത്തിലുള്ള ആശംസകളും. നമുക്കിപ്പോ ബാക്കി ഇനി ചേച്ചിമാരുടെയും കൂടി വിശേഷങ്ങളൊക്കെ ചോദിക്കണം. ഒരുപാട് പേര് ഇവിടെ വന്ന് നമുക്ക് വേണ്ടി നിൽക്കുന്നു. അപ്പൊ അഖിൽ എന്നോട് ചോദിച്ചു എന്താണ് പറയാനുള്ളത് നാളെ വന്നാലും എന്ന് ചോദിച്ചപ്പോ ഇതൊക്കെ തന്നെ മതി, നമുക്ക് സംസാരിക്കാം, നമ്മൾ രണ്ട് തിരുവനന്തപുരംകാരല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ അതെന്തായാലും കഴിഞ്ഞു. നല്ല തിരക്കുണ്ട് ഇവിടെ. അഖിലെ ഞാൻ ഫ്രീ ആക്കുകയാണ്. അഖില, പൊങ്കാല ആശംസകൾ. തിരിച്ചു എല്ലാവർക്കും, എല്ലാ ഭക്തജനങ്ങൾക്കും പൊങ്കാല ആശംസകൾ നേരുന്നു. താങ്ക് യു അഖില. അപ്പൊ ഞാൻ ബാക്കി ചേച്ചിമാരെയും കൂടി ഒന്ന് പരിചയപ്പെട്ടു. താങ്ക് യു സോ മച്ച്. അപ്പൊ അങ്ങനെ പൊങ്കാല പൊടി പൊടിക്കുകയാണ്. ഇനി നിമിഷങ്ങൾ മാത്രം അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഇന്ന് ആരെങ്കിലും ഒക്കെ ഉറങ്ങുമോ എന്ന് ചോദിച്ചാൽ സംശയമുണ്ട്. കുറെ പേര് എന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഈ വരി എന്താണെന്ന്, ഈ ഒരു ക്യൂ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് അമ്മയെ കാണാൻ അകത്തേക്ക് പോകാനുള്ള ക്യൂ ആണ്. ഒരുപാട് പേര് കുറെ മണിക്കൂറുകളായിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് അവരുടെ അടുത്തൊക്കെ ചോദിക്കാം. ഈ അമ്മയുടെ അടുത്ത് ചോദിക്കാം ആദ്യം. അമ്മ എവിടെന്നാ? ഓ, എവിടെയാ? വലിയതുറയെന്ന് വന്ന തിരുവനന്തപുരം തന്നെയാ? അപ്പൊ ഞാൻ ഇവിടെ എല്ലാരും ചോദിക്കും തിരുവനന്തപുരംകാർക്ക് നേരത്തെ വന്ന് തൊഴുതൂടെ എന്നൊക്കെ ചോദിക്കുന്നത് തന്നെയാണ്. പക്ഷെ എന്റെ മോൾ ആശുപത്രി കിടക്കണം, അങ്ങനെ ആക്കിയിട്ട് ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് വന്നതാണ്. അപ്പൊ നാളെ പൊങ്കാല ഇല്ലേ? നാളെ എനിക്ക് പൊങ്കാലിടാൻ പറ്റൂല, ഹോസ്പിറ്റലായോണ്ട് പൊങ്കാല ഇടാൻ പറ്റൂല. തൊഴുതിട്ട് പോകാന്നും പണ്ട്
ഇവിടെ വന്നപ്പോ അവര് വഴക്കിടെ കയറിയതോ പോലീസുകാരൻ പറഞ്ഞിട്ട് കയറിക്കൊള്ളാം എല്ലാ തവണ ഇതുവരെയും മുടങ്ങിയിട്ടില്ല. അപ്പൊ കുഴപ്പമില്ല, അത് ഇത്തവണ ഒരു തവണ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് പ്രശ്നമില്ല. ക്ഷമിക്കുമെന്ന് വിചാരിക്കണം. അതല്ലേ അവിടെ ഇട്ടിട്ട് ഞാൻ ഓടിങ്ങി വന്നത്. നീങ്ങുന്നില്ലല്ലോ. നീങ്ങണില്ല, അതല്ലേ നീ എപ്പോഴും ആശുപത്രിയിൽ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ശരി ശരി. അപ്പൊ എന്തായാലും അങ്ങനെ ഒരുപാട് പേര്. ചേച്ചി എവിടെ നിന്നാണ്? ഞങ്ങള് കോട്ടയം. കോട്ടയം. കോട്ടയത്ത് എവിടെയാ? കറുകച്ചാല്. കറുകച്ചാലാണോ? ആഹാ, കറുകച്ചാലൊക്കെ നമുക്ക് അറിയുന്ന സ്ഥലമാണ്. ഇപ്പൊ എന്നാ വന്നേ? ഇന്ന് വന്നു. അപ്പൊ നാളെ പൊങ്കാലം കഴിഞ്ഞങ്ങ് പോകും അല്ല? ഇനിയിപ്പോ ക്ഷേത്ര ദർശനം എവിടെയൊക്കെ? ഇവിടെ മാത്രമേ ഉള്ളൂ? അവിടെ പോണം. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലൊക്കെ പോകുന്നുണ്ടോ? എത്ര പേരാ നിങ്ങൾ വന്നേക്കുന്നത്? ഞങ്ങൾ 25 പേര്. ഒരു വണ്ടി വിളിച്ചിങ്ങ് പോകുന്നു. എല്ലാ തവണ അങ്ങനെയാണോ? ഞങ്ങൾ ഒരുമിച്ച് വന്നതാ. 25 പേരുണ്ട്. നിങ്ങളുണ്ടോ ഇങ്ങോട്ട്? ഇല്ല. അപ്പൊ നിങ്ങൾ എവിടുന്നാ വന്നേ? നമ്മള് പാലോട്. നമ്മളിവിടെ ഉള്ള എല്ലാ വർഷവും വരാറുണ്ട്. എല്ലാ വർഷവും നമ്മള് തിരുവനന്തപുരംകാരെ സംബന്ധിച്ചൊരു ഉത്സവമാണ്. അപ്പൊ എല്ലാരും ചോദിക്കേ നിങ്ങൾക്ക് നേരത്തെ വന്ന് തൊഴുതു, പക്ഷെ നമുക്കത് പറ്റത്തില്ല. ഇന്ന് തന്നെ തൊഴുവാണ്. ഞങ്ങൾക്കും അതുകൊണ്ടാണ് ഇന്ന് തന്നെ തൊഴുവാണ്. അതല്ലേ എത്ര കഷ്ടപ്പെട്ട് നിൽക്കുന്നത്. കാലൊന്നും വയ്യ, എന്നാലും നിൽക്കുക. നാളെ പൊങ്കാല ഇടുന്നുണ്ടോ? എവിടെ പൊങ്കാല? പൊങ്കാല മേലെ ഇവിടെ അയ്യപ്പൻ നടേര അവിടെ. അപ്പൊ നേരത്തെ വന്ന് സ്ഥലം പിടിക്കോ? പിടിച്ചിട്ടിട്ടാണ് തൊഴുവാൻ വന്നത്. ഇന്ന് രാത്രി എവിടെ എങ്ങനെയാണ്? രാത്രി അവിടെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ നമ്മളങ്ങ് കിടക്കും അല്ലേ? ഇന്ന് നമുക്ക് എവിടെയെങ്കിലും തറ ടിക്കറ്റ് തറയില് പേപ്പർ വിരിച്ച് നമ്മൾ കിടക്കും. പേപ്പറൊക്കെ കൊണ്ടുവന്നു. അതാണ് എന്താ പേപ്പറൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ വിരിച്ച് ഞങ്ങളങ്ങ് കിടക്കും. ക്യൂ കുറച്ച് അകത്തേക്കാണ്. എവിടുന്നാ വരുന്നേ? അമ്മച്ചി പേടിക്കല്ലേ. എവിടുന്നാ വരുന്നേ? ആറ്റിങ്ങൽ. എത്ര പേരുണ്ട്? കുറച്ചിങ്ങോട്ട് നീങ്ങി വന്നാ എനിക്ക് 15 പേര്. നിങ്ങൾ എല്ലാ തവണ ഒരുമിച്ചാണോ വരാറ്? അത് മൂന്നാമത്തെ പ്രാവശ്യമാണ്. ഒരുമിച്ച് തന്നെ വരുന്നത്. കഴിഞ്ഞ തവണ പൊങ്കാലയിട്ട കാര്യം സാധിച്ചോ? പൊങ്കാലയിട്ട് പ്രാർത്ഥിച്ചു. ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാം കൂടി എങ്ങനെയാണ് നടക്കുന്നുണ്ട്. ഓക്കെ. എവിടെ നയിച്ച്? ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ. ഇത്തവണ എന്താണ് പ്രാർത്ഥിക്കാൻ പോണെന്ന് ചോദിച്ചാൽ പറയില്ലായിരിക്കും അല്ലേ? അത് പറയൂല. എന്താ ചേച്ചിയുടെ പേരെന്താ? സിന്ധു. ഇതാണ്. അപ്പോ ഒരുപാട് പേര്. അതാരാണിത്? പേരെന്താണ്? റുഹാൻ. കിധർ സേ? രാജസ്ഥാനിൽ നിന്ന് വന്ന റുഹാൻ. കണ്ടോ, ബാഗൊക്കെ ആയിട്ട് ഇതുപോലെ ഒരുപാട് കച്ചവടക്കാർ. താങ്ക് യു. ഒരുപാട് കച്ചവടക്കാര്. പ്രത്യേകിച്ച് ഗതാഗത നിയന്ത്രണങ്ങളോടൊപ്പം എടുത്തു പറയേണ്ടതാണ് പോലീസുകാരുടെ കാര്യവും. 4500ഓളം പോലീസുകാരെയാണ് ഇത്തവണ പൊങ്കാലയ്ക്കായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. ഒപ്പം ക്യാമറകൾ, നിരീക്ഷണ ക്യാമറകളും ശക്തമാക്കിയിട്ടുണ്ട്. എവിടുന്നാ വരണേ? കിളിമാനൂർ. എത്ര പേരുണ്ട്? ഞങ്ങള് 14 പേരുണ്ട്. 14 പേര്. രാവിലെ എത്തിയോ? 10 മണിക്ക് എത്തി. ഈ പൊങ്കാല പരിപാടി എങ്ങനെയാ? അപ്പം രാവിലെ അവിടുന്ന് 10 മണിക്ക് ഇവിടെ എത്തി. ഇനിയിപ്പം അമ്മയെ കണ്ട് തൊഴണം. ചോറ് കൊണ്ടുവന്നു. അപ്പൊ അത് കഴിഞ്ഞു ഇനി അമ്മയെ കണ്ട് തൊഴുതിറങ്ങണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോണം. പഴവങ്ങാടിയിൽ പോണം. പിന്നെ പൊങ്കാലയ്ക്കുള്ള സാധന സാമഗ്രികളെല്ലാം മേടിക്കണം. എല്ലാം തയ്യാറാക്കണം. ഇന്ന് ഉറക്കമില്ല. ഞാൻ പറഞ്ഞില്ല, ഉറങ്ങത്തില്ല ആരും. ഇന്ന് ഉറങ്ങത്തില്ല. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അമ്മക്ക് എല്ലാ വർഷവും വന്ന് കാണണം. അമ്മയുടെ അടുത്ത് പൊങ്കാല ഇടണം എന്നുള്ള ആവേശത്തിലാണ് എല്ലാവരും. ഒരു മാസം മുമ്പേ നമ്മൾ തയ്യാറെടുക്കുകയാണ് വരാനായിട്ട്. ഒരു മാസം മുന്നേ വരാനായിട്ട് ആൾക്കാരെല്ലാരും സംഘടിക്കണം. വണ്ടി സജ്ജമാക്കണം. പൈസ ഒപ്പിക്കണം. അങ്ങനെയുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തി എല്ലാം ഒപ്പിച്ച് നമ്മൾ ഇവിടം വരെ എത്തി നിൽക്കുകയാണ്. അപ്പൊ സുരക്ഷിതമായിട്ട് പൊങ്കാല ഇടണം. ഇത്തവണ നല്ല ചൂടാണ്. എല്ലാ തവണയും ഉണ്ട്. ഇന്ന് വെയിൽ മാറി. അമ്മ സൂര്യ ഭഗവാൻ കുട പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് വെയിൽ വരൂല. അങ്ങനെയാണ്. നാളെയും അങ്ങനെയാണ്. നാളെയും അങ്ങനെയാണ്. അപ്പൊ ആരും പേടിക്കണ്ട. നാളെ വലിയ വെയിലൊന്നും ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. എവിടുന്നാ? ആറ്റിങ്ങൽ. തിരുവനന്തപുരംകാരാണ് കേട്ടോ വരിയിൽ കൂടുതൽ. അമ്മ എവിടുന്നാ? ഓടനാവട്ടം. എന്നാ വന്നേ? ഇന്ന് തന്നെ. എവിടെ പൊങ്കാല ഇടുന്നേ? ദേവീക്ഷേത്രത്തിന്റെ അവിടെ. കിടപ്പൊക്കെ ഇന്ന് അവിടാണോ? അവിടെ. ഞങ്ങളൊക്കെ എല്ലാരും പേപ്പർ വിരിച്ച് കിടക്കുന്നവരാണ്. ഇന്ന് നമുക്ക് കൊല്ലത്ത്. ഒമയനല്ലൂര്. അവിടെ ഒരു ദേവീക്ഷേത്രമൊക്കെ ഉള്ള അല്ലേ? എത്ര പേരാ വന്നേ? ഞങ്ങള് 5 പേര്. 6 പേര്. അപ്പൊ 6 പേരുടെ പരിപാടി എന്താ ഇന്നത്തെ? ഇനിയും വേറെ എവിടെയൊക്കെയാ ദർശനം ഉള്ളത്? ഇനിയും പോകുന്ന ആ അമ്പലത്തിലെല്ലാം പോകണം. എല്ലാ അമ്പലത്തിലും പോകണം. ഗണപതി ക്ഷേത്രത്തിലൊക്കെ. എത്ര ദിവസത്തെ പ്ലാനിങ് ആയിരുന്നു? ഇല്ല, ഇന്ന് വന്നിട്ട് അല്ല, ഒരു മാസം മുമ്പേ തീരുമാനിച്ചാണോ നമുക്ക് പൊങ്കാലയ്ക്ക് പോകണ്ടേ? കഴിഞ്ഞ വർഷം അതാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ എല്ലാ വർഷം വരുന്നുണ്ട്. അങ്ങനെ ഓരോ വർഷം കഴിയുമ്പോഴും അടുത്ത വർഷം വരണമെന്നാണ് ആഗ്രഹം. ഓ, അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഓരോരുത്തർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എത്ര പേരുണ്ട്? 6 പേര്. 6 പേരല്ല, ഞങ്ങളെ കൂടെയുള്ള വേറെ ആളുകളുണ്ട്. പക്ഷെ ഞങ്ങൾ 6 പേര് ഒരിടത്ത്. നിങ്ങൾ 6 പേര് ഒരിടത്തായിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇത്തവണ പൊങ്കാല നിവേദ്യം? പായസം മാത്രമേ ഉള്ളൂ. കൊണ്ടുപോകാനൊക്കെ പാടാല്ലേ നമുക്ക്? എന്നാലും ഞങ്ങൾ കൊണ്ടുപോകും.
തെരളിയപ്പോ മണ്ടപ്പുറ്റുമൊക്കെ അങ്ങോട്ടാൻ മേലായിരുന്നു. സമയം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. സമയം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇനി ഷോപ്പിംഗ് ഇല്ലേ അമ്മേ? ഇവിടെ സാധനങ്ങൾ വാങ്ങണ്ടേ? മേടിക്കണം. അതാണ് പൊങ്കാലയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കാറുണ്ടല്ലേ ചില സമയത്തൊക്കെ. ഞാനിങ്ങനെ വിചാരിക്കുന്നത് നേരത്തെ വാങ്ങിച്ചു വെച്ചുകൂടെയെന്ന്. പക്ഷെ ആ സമയത്ത് വാങ്ങിച്ചാൽ ഒരു സുഖമുള്ളൂ അല്ലേ? പൊങ്കാലയൊക്കെ കഴിഞ്ഞിട്ട് മേടിച്ചോണ്ട് പോകും. ഇതൊക്കെയാണ് ഇത്തവണ വാങ്ങണമെന്ന് വിചാരിച്ച സാധനങ്ങള്. കൊച്ചുമക്കൾക്കുള്ള സാധനങ്ങൾ. അതാണ് അമ്മൂമ്മമാരുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. കൊച്ചുമക്കൾക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ചെല്ലണം. എന്നാണ് പറയുന്നത്. എവിടുന്നാ? ഉമ്മന്നല്ലൂർ. നിങ്ങളെല്ലാം ഒരു ടീമാണ് ചേട്ടാ. ഇത്രയും സ്ത്രീകളുടെ ഇടയിൽ നിൽക്കുന്ന ഒരാൺതരി. എവിടുന്ന ചേട്ടാ? കൊട്ടാരക്കര. എന്നിട്ടോ എത്ര പേരാ വരുന്നത്? വൈഫുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് വരുവാണോ? അപ്പൊ ഈ തിരക്കിന്റെ ഇടയ്ക്ക് വരണോന്നൊക്കെ ചോദിച്ചായിരുന്നു. തിരക്കിന്റെ ഇടയ്ക്ക് നിൽക്കില്ല, അമ്പലത്തിൽ അമ്മയെ കാണാൻ കുഴപ്പമില്ല, തിരക്കൊന്നും നമുക്കൊരു പ്രശ്നമില്ല. രണ്ട് ആൺമക്കളും ഭാര്യയായിട്ട് വന്നിരിക്കും. അപ്പൊ പൊങ്കാല ഇടുന്നുണ്ടോ? ഇടുന്നുണ്ട്. എവിടാ സ്ഥലമൊക്കെ കിട്ടിയോ? അപ്പൊ അതാണ്. അപ്പൊ ഇവിടെ തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അതിഥികളെ വരവേൽക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. എല്ലാ വീടുകളും, ഒരു വീടുകളും ഇന്ന് അടക്കില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും ശുചിമുറി സൗകര്യം വേണമെങ്കിൽ അത്, വെള്ളം വേണമെങ്കിൽ അങ്ങനെ, ആഹാരം ഒരു നേരത്തെ വേണമെങ്കിൽ അങ്ങനെ, അങ്ങനെ എല്ലാം കൊണ്ടും മനസ്സുകൊണ്ടൊക്കെ തുറന്ന് ഇടുന്ന ഒരു ദിവസമാണ് ഇത്. എവിടുന്നാണ്? ചന്ദനത്തോപ്പ് മാമൂട്. എപ്പോഴെന്നാ വന്നേ? രാവിലെ വന്നു. എവിടെ പൊങ്കാല ഇടുന്നേ? ഇച്ചിരി ഒന്ന് ക്യൂ നീങ്ങിയതിന്റെ ഒരു സന്തോഷം ആ മുഖത്തുണ്ട്. കൊറേ നേരം നിന്നതിന് ശേഷം തള്ളാണോ? തള്ളു. വൈകായിക വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഒരു കുഴപ്പമില്ല. എവിടെ ഇടുന്നേ? റെയിൽവേ സ്റ്റേഷൻ എടുത്ത് അവിടെ കിട്ടിയുള്ള സ്ഥലം. അവിടെ കിട്ടിയുള്ളൂ. ശരി നടക്കട്ടെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് പേര് ഇപ്പൊ ക്യൂ ഒന്ന് അയഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചു പേരെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അല്ലെങ്കിൽ തിരക്ക് നമ്മൾ കാണുന്നു. രണ്ട് വശത്തിന്റെ എവിടെ പോവാ? തൊഴാൻ പോവാ. ഇവിടെ ഇത് വരിയാണ്, ക്യൂ ആണ്. പക്ഷെ കേറാൻ പറ്റണ്ടേ? ക്യൂവിന്റെ അങ്ങേ അറ്റം കിടക്കണം. മാഡം പറഞ്ഞ പോലെ അങ്ങേ അറ്റത്ത് അപ്പുറത്തായി പോയി. കാരണം അത് കുഴപ്പമില്ല, സാരമില്ല. അവരെല്ലാരും കിട്ടും നമുക്ക് കേട്ടോ. ആറ്റുകാലല്ലേ? അമ്മയുടെ പൊങ്കാലിടാൻ തിരക്കല്ലേ, അതിന് പട്ടുപോയ പണി കിട്ടൂലേ? തൃപ്പൂണിത്തുറ. അപ്പൊ എന്നാ പറഞ്ഞേ? അവിടെ ഞങ്ങള് ഇന്ന് രാവിലെ 4 മണിയപ്പോ ഞാൻ കാണിച്ചു തരട്ടെ അമ്പലം. ഇവിടുന്ന് പോയി റൈറ്റിലേക്കാണ് അമ്പലം. ഇവിടെ നേരെ പോവാ റൈറ്റിലേക്ക്. പക്ഷെ കേറാൻ പറ്റില്ല, ഈ ക്യൂവിൽ നിന്നാലേ കേറാൻ പറ്റുള്ളൂ. ക്യൂവിന്റെ അറ്റം. മാഡം പണിയിലാണ്, അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ജോലിക്കിടയിലായതുകൊണ്ടാണ്. എന്താണ് പറയാനുള്ളത്? എവിടെന്നാണ് വരുന്നത്? ആണോ? എവിടെ പൊങ്കാല ഇടുന്നേ? അവിടെ അപ്പം വേണമെങ്കിൽ നേരത്തെ പിടിച്ചല്ലോ, രാവിലെ വന്നല്ലോ. 5ന്റെ ബസ്സിൽ വന്നു. ഇനി എന്നാ ഇപ്പോഴേ തിരിച്ചു പോകുന്ന? നാളെ വൈകിട്ടേ പോളോ? അതോ കഴിഞ്ഞ ഉടനെ നിവേദ്യം കഴിഞ്ഞ ഉടനെ പോകും? ശരി. എന്തൊക്കെയാ ഇടുന്നേ? ഇത് 3 കലത്തി പൊങ്കാല. ഞാനൊരു കലത്തില് മാത്രമല്ല, വഴണയിലയും ഉണ്ടാവും, മണ്ടപ്പുറ്റുണ്ട്, എല്ലാം ഉണ്ട്. പായസം, വെള്ളപ്പായസം എല്ലാം ഉണ്ട്. ഗംഭീരമായിട്ട് പൊങ്കാല ആശംസകൾ കേട്ടോ. താങ്ക് യു. അപ്പൊ ഇങ്ങനെ ഒരു ക്യൂവിന്റെ അറ്റം നോക്കി പോകുന്നവരെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. അത്രയും ആളുകളുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ചടങ്ങുകളിലേക്ക് നമുക്ക് ഒന്നുകൂടി പോകാൻ തോന്നുന്നു. ചടങ്ങുകളിലേക്ക് പോകുമ്പോൾ നാളെ ഇത്തവണത്തെ പൊങ്കാലയ്ക്കുള്ള പ്രത്യേകത നേരത്തെയാണ് നിവേദ്യം എന്നുള്ളതാണ്. മറ്റേത് നമ്മൾ കുറെ നേരം കാത്തിരിക്കണം. അടുപ്പോട്ട് ചടങ്ങ് കഴിഞ്ഞാൽ 10:15 അടുപ്പോട്ട് ചടങ്ങുണ്ട്. പണ്ടാരടുപ്പിൽ തീ പകരുന്നതോടെയാണ് ബാക്കിയുള്ള ചുറ്റുവട്ടത്തുള്ള എല്ലാ അടുപ്പിലേക്കും തീ പകരുക. അതിനുശേഷം അത് വെന്ത ശേഷമുള്ള കാത്തിരിപ്പാണ്. പിന്നെ നിവേദ്യം ഇത്തവണ 1:15 അപ്പൊ അതുകൊണ്ട് വളരെ കുറച്ച് നേരത്തെയാണെന്നുള്ളതിന്റെ ഒരു ആശ്വാസമുണ്ട്. പ്രത്യേകിച്ച് കാലാവസ്ഥ പ്രതികൂലമാണ്. കാലാവസ്ഥ വകുപ്പ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ ചൂട് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ഹരിത പ്രോട്ടോകോൾ പ്രകാരമാണ് ഇത്തവണയും പൊങ്കാല എന്നുള്ളതുകൊണ്ട് നമുക്കറിയാം. പ്ലാസ്റ്റിക് നേരത്തെ തന്നെ കഴിഞ്ഞ പല തവണത്തെയും പൊങ്കാലകൾ പോലെ തന്നെ ഇത്തവണ ഹരിത പ്രോട്ടോകോൾ ശക്തമാക്കുന്നുണ്ട്. പക്ഷെ ഓരോ തവണയും പൊങ്കാലയ്ക്ക് ആളുകൾ കൂടുന്നതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അത് ക്ഷേത്രം ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ആർക്കും ഒരു പരിഗണനയും ലഭിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. കാരണം എല്ലാവരും വരിയിൽ നിന്നിട്ടാണ് ദേവിയെ തൊഴാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വഴിപാടുകളുടെ കാര്യം കൂടി നമുക്ക് പറയണം.
ക്ഷേത്രത്തിൽ എന്തൊക്കെ വഴിപാടുകളുണ്ട് എന്ന് ഈ ആറ്റുകാലിലേക്ക് വന്ന് പൊങ്കാല ഇടാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടാകും. അപ്പൊ അവരൊക്കെ നമ്മളെ പോലെ ചാനലുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടാകും. അവരോടൊക്കെ പറയാനുള്ളത് ന്യൂസ് 18 നിങ്ങളോടൊപ്പം പൂർണ്ണമായും ഉണ്ടാകും, പൂർണ്ണ സമയത്തും ഉണ്ടാകും. നാളെ രാവിലെ 6 മണി മുതൽ തത്സമയ സംപ്രേഷണം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാം. മനസ്സുകൊണ്ട് നിങ്ങൾ ഇവിടെയാണ് എന്ന് അറിയാം. ശരീരം കൊണ്ട് ഇവിടെ എത്താൻ കഴിയാത്ത, പല കാരണങ്ങൾ കൊണ്ട് എത്താൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടാകും. അപ്പൊ അവരോടും കൂടി പറയാണ്, നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകൾ മുഴുവനായിട്ടും ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. മറ്റൊരു കാര്യം, ഇവിടുത്തെ വഴിപാടുകളെ കുറിച്ച് പറയുമ്പോൾ വിളക്കുകെട്ടൊക്കെ കാണാനായിട്ട് ആദ്യമായിട്ട് വരുന്നവർക്കൊന്നും അറിയില്ലായിരിക്കും. വിളക്കുകെട്ട് കാരണം ഒരുപാട് ദിവസങ്ങളായിട്ട് നമ്മൾ ഈ റോഡിലൂടെയൊക്കെ തിരുവനന്തപുരംകാർക്ക് അറിയാൻ പോകുമ്പോൾ വിളക്കുകെട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് ഈ ഭക്തന്മാർ സമർപ്പിക്കുന്ന വിളക്കുകെട്ട്. വിളക്കുകെട്ട് ഇങ്ങനെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ഇങ്ങോട്ടേക്ക് എത്താറ്. അതെത്തി ദേവിക്ക് സമർപ്പിക്കുന്നതായാണ്. ഒപ്പം കുത്തിയോട്ട ബാലന്മാരുണ്ട്. നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്ക് എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ ആറ്റുകാൽ ദേവിയുടെ മുമ്പിലും പ്രാധാന്യമുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളുടെ കുത്തിയോട്ട ബാലന്മാരുടെ വ്രതം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേവീദാസന്മാരെന്നാണ് പറയുന്നത്. അവരുടെ കുത്തിയോട്ടവും നടക്കുന്നത് നാളെ വൈകുന്നേരമാണ്. അപ്പോൾ 9ാമത്തെ ദിവസമാണ്. 10 ദിവസം ഉത്സവമാണ്. അതിൽ 9ാമത്തെ ദിവസമാണ് ഇവിടെ പൊങ്കാല നടക്കുന്നത്. അപ്പോൾ പൊങ്കാല ചടങ്ങുകൾ നമ്മൾ പറഞ്ഞു, ഗതാഗത ക്രമീകരണം പറഞ്ഞു, ഹരിത പ്രോട്ടോക്കോളൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് നമുക്ക് കുറച്ച് ചേച്ചിമാരിലൂടെ പോവാം. അമ്മ എവിടെന്നാ? ആറ്റിങ്ങൽ. ആദ്യമായിട്ടാണോ അതോ ഒരുപാട് ഫ്രെയിമിലേക്കൊക്കെ പലയിടത്ത് നിന്ന്? കുഴപ്പമില്ല, വരൂ, നമുക്കൊന്ന് പരിചയപ്പെട്ടു പോവാം. എവിടെന്നാണ് വരുന്നത്? ഞങ്ങള് പത്തനാപുരം. എന്നാ വന്നേ? ഇന്നലെ. പേര് പറയാമോ? ജയ. എല്ലാ തവണയും പൊങ്കാല ഇടാറുണ്ടോ? പുറകോട്ട് പോവാം. എല്ലാ തവണയും 2 വർഷമായിട്ട്. അപ്പൊ ഇട്ട കാര്യമൊക്കെ നടന്നുകൊണ്ടാണ് പിന്നെയും വന്നേ? അതെ. അപ്പൊ കണ്ടോ, ഇതുപോലെ ഒരുപാട് പേര്. അപ്പൊ നടക്കട്ടെ, പൊങ്കാല ആശംസകൾ. അപ്പൊ പല സൈഡിൽ നിന്നും പല ഇടത്തു നിന്നും വരുന്ന ആളുകൾ, അവരെല്ലാവരും പൊങ്കാലയെ സംബന്ധിച്ചിടത്തോളം വന്ന ശേഷം സൗഹൃദം സ്ഥാപിച്ചു പോകുന്ന ഒരുപാട് പേരാണ്. പൊങ്കാലയ്ക്ക് മാത്രം കാണുന്ന കുറെ സുഹൃത്തുക്കൾ അവിടെയുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോ ആറ്റുകാലിനെ സംബന്ധിച്ചിടത്തോളം നട തുറന്നിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ക്യൂവില് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു ആളുകൾ. എവിടെന്നാ വരുന്നേ? ഏറ്റുമാനൂര്. അപ്പൊ എന്നാ വന്നേ? ഞാൻ ഇന്ന് വെളുപ്പിന് വന്നു. ട്രെയിനിന് പോകുന്നു? ഇല്ല, ബസ്സിന് വന്ന അവിടെ. അപ്പൊ എത്ര പേരാ നിങ്ങൾ വന്നത്? 40 പേര്. 40 പേര് എത്തിയോ? ശരി. അപ്പൊ എല്ലാ തവണയും വരാറുണ്ടോ? എല്ലാ തവണയും ഇല്ല, വരാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ വരും. എന്താണ്? ഹലോ മാം. Hi. Your name, please? Monica. Where are you from? From Italy. How do you feel about our Pongala? I feel a strong energy and a powerful energy, feminine energy. Yes. I came for this. I came here for this festival. And you are a professional? I am a teacher and a visual anthropologist. Very nice to meet you. Nice to meet you. Thank you and happy Pongala. Happy Pongala for you Thank too. you. Thank you. അപ്പൊ ടീച്ചറാണ്. അപ്പോ പറഞ്ഞതാണ് ഫെമിനൈൻ എനർജി ഫീൽ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോ അത്തരത്തിൽ സ്ത്രീകളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് വെറുതെ അല്ല എന്ന് മനസ്സിലായി കാണുമല്ലോ. പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും നമ്മുടെ എനർജി കണ്ടിട്ട്, ഇത്രയും സ്ത്രീകളെ ഒരുമിച്ച് കണ്ടിട്ട് അവർ ഞെട്ടുവാണ്. കണ്ടോ, വിദേശ വനിതയൊക്കെ കണ്ടിട്ട് എങ്ങനെ ഞെട്ടുകയാണ്. ഇത്രയും പേരോ, ഇത്രയും പെണ്ണുങ്ങളോ എന്നാ ചോദിക്കുന്നത്. എവിടെന്നാ വരുന്നേ? എറണാകുളം. എറണാകുളത്ത് എവിടെയാ? തൃപ്പൂണിത്തുറ. പൊങ്കാലയ്ക്ക് എല്ലാ തവണയും വരാറുണ്ടോ? ഇല്ല, 2ാമത്തെ തവണ. ആദ്യമായിട്ടാണോ? അല്ല, 2ാം തവണ. 2ാം തവണ. അപ്പൊ എത്ര പേര് നിങ്ങൾ വന്നേക്കുന്നത്? 26 പേര്. 26 പേര്. ആഹാ, ഒരു വലിയ സംഘമാണല്ലോ. 26 പേര്. അപ്പൊ എത്ര ദിവസത്തെ പ്ലാനിങ് ആയിരുന്നു? അത് അറേഞ്ച് ചെയ്ത് ഇദ്ദേഹം. അപ്പൊ ചോദിക്കാം ഞാൻ. സംഘാടക സമിതി കൺവീനറെ കിട്ടിയിട്ടുണ്ട്. പേരെന്താ? രമ്യ. എങ്ങനെയായിരുന്നു നിങ്ങളൊരു കൂട്ടായ്മ നേരത്തെ ഉണ്ടോ അതോ പൊങ്കാല കൂട്ടായ്മ? ഞാൻ 14ാമത്തെ കൊല്ലപ്പെടുന്നത്. ഗംഭീരം. അപ്പൊ ഞങ്ങളൊരു ഒരുമിച്ച് ഒരു സ്ഥലത്ത് നമ്മൾ ഈ സ്ത്രീകളുടെ ശബരിമല എന്നാ പറയുന്നത്. അപ്പൊ നമ്മള് ശബരിമല പോകുമ്പോഴത്തേക്കിനും ഈ ഇത് മൊത്തത്തിൽ നോക്കുന്ന ആളിന് നമ്മൾ എന്താ പറയുന്നത്? ഗുരുസ്വാമി എന്ന് പറയാറുണ്ട്. അപ്പൊ ഗുരുസ്വാമി ആയല്ലേ, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും രമ്യക്ക്. അറിയാം. അപ്പൊ നിങ്ങളെ 24 പേര് വന്നിരിക്കുക. 26 പേര്. എങ്ങനെ വന്നേ? ഞങ്ങൾ ട്രാവലർ എടുത്തു വന്നു. നാളെ പോത്തുള്ളൂ? നാളെ എല്ലാം കഴിഞ്ഞ് പോകും. പൊങ്കാല എല്ലാം കഴിഞ്ഞ യൂണിഫോം ഒക്കെയാണോ? ഇല്ല, യൂണിഫോം ഒന്നും അല്ല. അങ്ങനെ യൂണിഫോം. അപ്പൊ പൊങ്കാല നടക്കട്ടെ കേട്ടോ. ഗംഭീരമായിട്ട് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അപ്പൊ അങ്ങനെ ഒരുപാട് സംഘങ്ങളായിട്ട് പൊങ്കാലയ്ക്ക് എത്തുന്നവരുമുണ്ട്, നിരവധി ആളുകളുണ്ട്. അപ്പൊ ഈ പൊങ്കാല വൈബ് ഇവിടെ തീരുന്നില്ല. കുറച്ച് സന്ധ്യയായി കഴിയുമ്പോൾ ഇന്ന് സത്യത്തിൽ നേരത്തെ ഒരു ചേച്ചി പറഞ്ഞ പോലെ ചൂട് ഇച്ചിരി കുറവുണ്ട്, അല്ലെങ്കിൽ ഒരു വെയിലിന് ഇച്ചിരി ഒരു സമാധാനമുണ്ട്. അതുകൊണ്ട് അങ്ങനെ എല്ലാവരും സുഖത്തിൽ നിൽക്കുകയാണ്. പക്ഷെ ക്യൂ നല്ല നീളത്തിലുണ്ട്. തൊഴാൻ വരുന്നവരുണ്ടെങ്കിൽ ഈ കാണുന്നതാണ്
നിങ്ങൾ ഈ കാണുന്നതാണ്. അകത്തേക്ക് ഇതുവരെ എത്തിയിട്ടില്ല ഇവരൊന്നും എന്നുള്ളതാണ്. മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരും അമ്മയെ ഒന്ന് തൊഴണമെങ്കിൽ. അപ്പൊ എന്തായാലും ഈ പൊങ്കാല വൈബ് ഇവിടെ അവസാനിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഈ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.